ഗുഡ് മോർണിംഗ്. നമുക്കിന്ന് വെള്ളരിക്ക പച്ചടി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ പച്ചടി എടുത്തിരിക്കുവാണ്. ഇത് നമുക്കൊരു ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമുക്കിത് കുക്കറിലാണ് വേണമെങ്കിൽ വേവിക്കാം, അല്ലെങ്കിൽ ചട്ടിയിലിട്ട് ഒന്ന് വേവിക്കാം. ഞാനിതേ വലിപ്പത്തിലാണ് വെള്ളരിക്ക പച്ചടിക്ക് എടുത്തിരിക്കുന്നത്. എല്ലാവരും പല രീതിയിലാണല്ലോ. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഞാനിതുപോലെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. കുക്കറിലേക്ക് ഞാൻ ഇതിടുന്നു. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 2 പച്ചമുളക്. വെള്ളരിക്കകത്ത് വെള്ളമുള്ളതുകൊണ്ട് അധികം വെള്ളം വേണ്ട. ഉപ്പ്, നമുക്ക് കുക്കർ അടച്ച് വെക്കാം. നമുക്ക് ആ സമയം കൊണ്ട് 2 സ്പൂൺ തേങ്ങ, തണുപ്പില്ലാത്ത തന്നെ തേങ്ങയാണ് ഇതിലേക്ക് ഇടുന്നു. ജീരകം, ഇത് നല്ല മഷി പോലെ നമുക്ക് അരയ്ക്കാൻ. 2 സ്പൂൺ തൈര് നന്നായിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ആ സമയം കൊണ്ട് 1 വിസിലടിച്ചാൽ മതി. നമ്മുടെ വെള്ളരിക്ക 1 വിസിലടിച്ചാൽ മതി. അതായിരുന്നു എന്തോളും നിർത്തണം അന്നേരത്തേക്ക്. ഇത് ഇപ്പം വെള്ളരിക്ക നമുക്ക് കടുകിടാനായിട്ട് പൊട്ടിക്കാനായിട്ട് കറിവേപ്പില, ഉള്ളി, ചുവന്ന മുളക്. ഇങ്ങനൊരു പാൻ വെച്ച് ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് നല്ലപോലെ വേവണം. മറ്റേ രൂപത്തിൽ നമ്മൾ അരച്ച് വെച്ച തേങ്ങയാണ് നമ്മളത് എടുത്ത് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിക്കുന്നു. 2 സ്പൂണൊക്കെ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണം. ചെറിയ തീ മതി, ചൂട് മതി. പുളിയില്ലാത്ത തൈരാണ്. ഇനി നമുക്കതിനകത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കടുവൊക്കെ പൊട്ടിച്ചിട്ടില്ല. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പച്ചടി റെഡി ആയിരിക്കും. ഉപ്പ് വേണ്ടവർക്ക് ലേശം ചേർക്കാം. ബൈ.